കേരളം ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനങ്ങൾ വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെച്ചിരുന്നു. പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിലെത്തി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതും ഹെലികോപ്റ്ററിൽ ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ പോയതുമാണ് വലിയ വിവാദമായത്. ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തമുഖത്ത് കാണിക്കേണ്ട ഔചിത്യം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായില്ല എന്നതായിരുന്നു ഈ വിമർശനത്തിന്റെ അടിസ്ഥാനം. ഇന്നുപോലും വെള്ളക്കെട്ടിറങ്ങിയിട്ടില്ല. മഴ തുടരുകയാണ്. വലിയ ആശങ്കയിൽ തന്നെ തുടരുകയാണ്. 15 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി ഇതൊന്നുമാകരുത് എന്നതാണ് വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടിയത്. വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കാം, അത് വിരുന്നായും ആർഭാടമായും ഒക്കെ കഴിക്കാൻ പറ്റും. വി.ഡി. സതീശൻ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിൽ പറയുന്നതും ചോദിക്കുന്നതുമാണ് ഇന്ന് മാധ്യമങ്ങളായാലും മറ്റ് മനുഷ്യരായാലും രാഷ്ട്രീയക്കാരായാലും തിരിച്ചു ചോദിച്ചത്. അതിൽ പക്ഷേ പരിഹാസവുമായാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. നാട് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ജുവലറി ഉദ്ഘാടനത്തിന് പോയതിൽ പക്ഷേ മുഖ്യമന്ത്രിക്ക് മറുപടിയും ഉണ്ടായിരുന്നില്ല. പഞ്ച് ഡയലോഗ് കിട്ടാത്തതുകൊണ്ടാണോ അതിന് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും മറ്റ് വിവാദങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചു. അതിൽ പരിഹാസവും ആശ്ചര്യവും ഒക്കെ കലർത്തിക്കൊണ്ടായിരുന്നു, പ്രാസം ഒപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനമാകെ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിലെ വിരുന്ന് സൽക്കാരത്തിനെത്തിയതിൽ ആയിരുന്നു വിമർശനമുയർന്നത്. ജില്ലാ നേതൃത്വത്തെ പോലും അറിയിക്കാതെയായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങളുടെ വീട്ടിലെ സന്ദർശനമെന്നായിരുന്നു വിവരം. ശനിയാഴ്ച പകൽ 3 മണിയോടെയാണ് മുഖ്യമന്ത്രി ഫൈസൽ ബാഫക്കി തങ്ങളുടെ വീട്ടിലെത്തിയത്. തൃശൂരിൽ നിന്നുമാണ് മുഖ്യമന്ത്രി പൊന്നാനിയിലെത്തിയത്. അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഈ ഫൈസൽ ബാഫക്കി തങ്ങളെന്നാണ് വിവരം. ഇദ്ദേഹം തന്നെ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് പിന്നീട് വലിയ വിവാദമായി മാറിയത്. അപ്പോൾ വിരുന്നിന് പോയത് മുഖ്യമന്ത്രിയാണ്. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് വിരുന്ന് നൽകിയ ബാഫക്കി തങ്ങളുമാണ്. ഫൈസൽ സമൂഹ മാധ്യമത്തിലിട്ട ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അപ്പോ ഈ ദൃശ്യങ്ങളാണ് അദ്ദേഹം എന്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി എന്ന് ക്യാപ്ഷനോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നത്. മുഖ്യമന്ത്രി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ പൊന്നാനിയിൽ കടലെടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതെല്ലാം കയ്യിലെടുത്ത് വാടക വീട്ടിലേക്കും ബന്ധുവീട്ടിലേക്കും ക്യാമ്പിലേക്കുമൊക്കെ മാറാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു കുടുംബങ്ങൾ. ഈ സമയത്താണ് പൊന്നാനിയുടെ സാഹചര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദ്യമായി മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. അതിനെ മുഖ്യമന്ത്രി അവഗണിച്ച് നോ കമന്റ്സ് പറഞ്ഞ് മുഖ്യമന്ത്രി പോവുകയായിരുന്നു. ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും മുഖ്യമന്ത്രിക്കുള്ള ഈ സംഘത്തിനൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സംഘത്തിലുണ്ടായിരുന്നു. തഹസിൽദാരെ മറ്റും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പരാതികളും അവിടെ നിന്ന് ഉയർന്നിരുന്നു. അപ്പോൾ അതും വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയും വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുകയും ചെയ്തു. അത് ഒരു ലെഗ് പീസ് ഇന്നെടുത്തേ എന്ന് തുടങ്ങിയ പല ട്രോളുകളായും പരക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് അതിനൊക്കെയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി. മലപ്പുറത്തെത്തിയപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനാണ് താൻ പോയതെന്നും സൽക്കാരത്തിനല്ല എന്നുമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടി പറഞ്ഞത്. മഴ സംബന്ധിച്ച് വെളുപ്പിന് 5 മണിക്ക് വിവരം കിട്ടിയത് മുതൽ ജില്ലാ കളക്ടർമാരും MLA-മാരും മന്ത്രിമാരും സംസാരിച്ച് എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സ്ഥലത്ത് എത്തണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ പങ്കെടുത്തതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അന്ന് 3 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. അത് തെറ്റാണോ? 2018-ലും 19-ലും പ്രളയമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. മലപ്പുറത്തെത്തിയപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. അത് കഴിക്കാൻ പോയതിനാണ് ഹീനമായ അപവാദ പ്രചരണം തനിക്കെതിരെ നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സൽക്കാരത്തിനല്ല പോയതെന്നും ഭക്ഷണം കഴിക്കാനാണ് പോയതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഇതിലുള്ള വിശദീകരണം. ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത്
പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്, എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ, അല്ല ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? അപ്പോൾ ഈ കെടുതി നടക്കുമ്പോൾ, ദുരന്തമുണ്ടാകുമ്പോൾ വിരുന്നുണ്ണാൻ പോയതിലെ ഔചിത്യം ചോദ്യം ചെയ്തവരോട് അതേ ചോദ്യം മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുകയാണ്. എന്താണ് താൻ ഭക്ഷണം കഴിച്ചത് ഈ രീതിയിൽ പ്രചരിപ്പിച്ചതിലെ ഔചിത്യം എന്നതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. മഴക്കെടുതി നേരിടുന്നതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അതേ സമയത്ത് രാഷ്ട്രീയ പ്രേരിതമായി ആരോപണം ഉന്നയിച്ചു. ഇതിനേക്കാൾ വലിയ പ്രളയം കണ്ടവനാണ് താൻ. തന്റെ മണ്ഡലത്തിൽ 75,000 പേരെ ക്യാമ്പിൽ താമസിപ്പിച്ചതാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 3 ദിവസം ഒരു തരി അരി പോലും കിട്ടാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങിയാണ് അവർക്ക് കൊടുത്തിരുന്നത് എന്നതാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. കനത്ത മഴ ദുരന്തം വിതയ്ക്കുമ്പോൾ വാർത്താസമ്മേളനം നടത്തി രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മറ്റൊരാരോപണം ഇതുമായി ബന്ധപ്പെട്ടുയർന്നത് ഹെലികോപ്റ്റർ യാത്രയായിരുന്നു. അതിനുമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് മറുപടി. സ്വകാര്യ ആവശ്യത്തിനായി ഹെലികോപ്റ്റർ യാത്ര നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്, പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ താൻ വിമർശിച്ചിട്ടില്ല എന്നും ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനാണ് പോയതെന്നുമാണ് ന്യായം. വന്ദേ ഭാരത് ബുക്ക് ചെയ്തിരുന്നു, നേരത്തെ കാണണമെന്ന് പക്ഷേ നിക്ഷേപകർ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. യാത്ര ചെയ്താലും ഇല്ലെങ്കിലും 80 ലക്ഷം കൊടുക്കണം എന്നതാണ് മുഖ്യമന്ത്രി ഒരു ന്യായമായി പറയുന്നത്. താൻ പാർട്ടി സമ്മേളനത്തിൽ പോയിട്ടില്ല, ഔദ്യോഗിക ആവശ്യത്തിനാണ് പോയത്, സർക്കാരിന് ഗുണകരമാകുന്ന കാര്യത്തിനാണ് പോയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല, 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. കേരളത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ജനങ്ങൾ മണ്ണിനടിയിൽ ദുരിതത്തിൽപ്പെട്ട് കിടക്കുമ്പോഴും കേരളത്തിന്റെ നിക്ഷേപ സ്വപ്നങ്ങൾ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ച് ഹെലികോപ്റ്ററിൽ പോയത്. ആ മുഖ്യമന്ത്രിയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. നിക്ഷേപക ഗ്രൂപ്പിന്റെ പേര് എന്താണ് എന്ന് പക്ഷേ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കൃത്യമായ മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇനി അവരെ കൂടി വലിച്ചിഴക്കണമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇതിൽ VD സതീശനെ പരിഹസിച്ച് P രാജീവ് രംഗത്തെത്തുന്നത് കൂടി നമ്മൾ കണ്ടു. തീവ്ര മഴ പെയ്യുമെന്ന് അലർട്ടുള്ളപ്പോൾ കൂളായി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഇങ്ങനെ കൂളായി നിൽക്കണം എന്ന സന്ദേശം കൊടുക്കാനാണോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്നതായിരുന്നു P രാജീവിന്റെ പരിഹാസം. മുഖ്യമന്ത്രി VD സതീശനെതിരെ മറ്റ് ഈ നിക്ഷേപകരെ കണ്ട വിഷയത്തിലും P രാജീവ് മറുപടി പറഞ്ഞു. നിക്ഷേപകരെ ടീമായാണ് സാധാരണ ഇങ്ങനെയുള്ള ചർച്ചകളിൽ കാണുക എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു കഴിഞ്ഞ ടേമിൽ. എന്തിനാണ് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പോയതെന്നാണ് മുൻ മന്ത്രി കൂടിയായ P രാജീവ് ചോദിക്കുന്നത്. നിക്ഷേപകർ ജനുവിനാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുമെന്നും P രാജീവ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം ആ വിഷയത്തിൽ കേൾക്കാം. അദ്ദേഹത്തിന് പറയാമായിരുന്നു ഒന്നുകൂടി, ഞാനിങ്ങനെ വളരെ വിദഗ്ധത്വം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഗൗരവമില്ല, ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല, ഞാൻ തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കണ്ടില്ല, അത് ജനങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്നൊരു സന്ദേശം നൽകാനായിട്ടുള്ള ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്.
അതോടുകൂടി ആളുകൾക്ക് തോന്നും ടെൻഷൻ അടിച്ച് വെറുതെ വീട്ടിലിരുന്ന് ബുദ്ധിമുട്ടുണ്ട്. ടെറസിന്റെ മുകളിലായാലും മുഖ്യമന്ത്രി പോലും വളരെ ഇതോടുകൂടി അവിടെ വരെ ഓടിച്ചു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പം അങ്ങനെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ വരെ പോയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും അത് ആളുകൾ ഇടുകയും ചെയ്യില്ലല്ലോ. ആളുകൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാനുള്ള സന്ദേശം നൽകാനായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക. എന്തായാലും പരിഹാസ രൂപേണ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് ആ നിലയിൽ തന്നെയുള്ളൊരു മറുപടിയാണ് പി രാജീവ് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ LDF സർക്കാരാണ്. അപ്പോൾ വ്യാപക വിമർശനം അതിനെതിരെ ഉയർന്നിരുന്നു. കോവിഡ് പ്രതിസന്ധിക്കിടെ 2020 സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. വൻ ധൂർത്തെന്ന ആക്ഷേപമുയർന്നതോടെ 1 വർഷത്തിന് ശേഷം ആ കരാർ പിന്നെ പുതുക്കിയില്ല. 2.5 വർഷത്തിന് ശേഷം പിന്നീടും നടപ്പാക്കുകയായിരുന്നു ആ തീരുമാനം. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ശക്തമായാണ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ധനപ്രതിസന്ധിയിലും സർക്കാരിന്റെ ധൂർത്ത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ധൂർത്താണ്. അങ്ങേയറ്റം ബുദ്ധിമുട്ടിയാണ് സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്കുള്ള പണം പോലും കണ്ടെത്തുന്നത്. 5 ലക്ഷം രൂപയുടെ ചെക്കുകൾ പോലും ട്രഷറിയിൽ മാറ്റാനാകാത്ത അവസ്ഥയുള്ളപ്പോഴാണ് പ്രതിമാസം 80 ലക്ഷം രൂപ ചെലവിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത്. ഇത് ധൂർത്തിന്റെ അങ്ങേയറ്റം എന്നതായിരുന്നു VD സതീശന്റെ വിമർശനം. പക്ഷേ ആ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല. താൻ വിമർശിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇൻവെസ്റ്റർ ആരാണ് എന്നത് സസ്പെൻസിലാക്കിക്കൊണ്ട് അക്കാര്യങ്ങളിലും മറുപടി പറയുകയാണ്. അപ്പോൾ പോലും ഈ ദുരന്തമുഖത്ത് മനുഷ്യർ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇപ്പോഴും എത്രയോ വീടുകൾ വെള്ളത്തിനടിയിലാണ്. 7 പേരെ കാണാനില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ കണക്കുകളാണ്. 15 മരണം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യം. ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയത് എന്തിനാണ് എന്ന കാര്യം അദ്ദേഹം വിശദീകരിച്ചില്ല. അതിലും അദ്ദേഹത്തിന് ഒരു ഔചിത്യക്കുറവും തോന്നിയില്ല. എന്തായാലും അന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുമ്പോൾ അതിനെ എതിർത്ത പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നത് വിമർശിച്ചിട്ടില്ല എന്നതാണ്. PM ശ്രീയിൽ ഉൾപ്പെടെ ഇതിലും വലിയ എത്രയോ യൂട്ടേണുകൾ കേരളം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ആർക്കും അദ്ദേഹം പറയുന്നതിൽ യാതൊരു അത്ഭുതവും ഇപ്പോൾ തോന്നുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.